ഹായ്, ഇന്നെൻ്റെ ചുറ്റുപാത്രം വേണ്ടേ? ഇതാണ് എൻ്റെ ചുറ്റുപാത്രം കേട്ടോ. അല്ല, ഇതാണ് ചുറ്റുപാത്രം. ന്യൂസ് പേപ്പറൊക്കെ ഉണക്കി മാറ്റി വെക്കട്ടെ. നമ്മൾ ഇന്നലെ ചുറ്റുപാത്രം ഇട്ടില്ല. ഇന്ന് നമ്മൾ ചുറ്റുപാത്രം ഇടുന്നത് വൈകിയാണ്. എന്താ ചുറ്റുപാത്രത്തിൽ? എന്താണ് ഇതെന്ന് പറഞ്ഞാലേ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഒരു ഐറ്റമാണ്. അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ച് പറയാം. കാക്കച്ചി കഴിച്ചു തുടങ്ങും. പിന്നെ നമ്മുടെ സ്പെഷ്യൽ നാരങ്ങ അച്ചാർ, നൈമിത്രയുടെ ഭയങ്കര പേര് കിട്ടിയ നമ്മുടെ നാരങ്ങ അച്ചാർ. അതെ, സവോള. സവാള മാത്രമല്ല, നാരങ്ങ അച്ചാറും ഉണ്ട്. അതല്ലേ പറഞ്ഞ നാരങ്ങ അച്ചാർ. അപ്പൊ അതായത് ഇതാണ് സംഭവം. ഇത് ക്രിസ്മസ് കേക്ക് ഒന്നും അല്ല കേട്ടോ. ക്രിസ്മസ് റൈസ്. ഇത് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ബിരിയാണി ചോറാണ്. അത് കുറച്ച് ചോറും കൂടെ, പിന്നെ ഇത് സവോളയൊക്കെ വെച്ചിട്ട് കഴിക്കും. ഞാൻ പറയാം. നമ്മുടെ വീട്ടില് എല്ലാവരും ചോദിക്കേ, നിങ്ങൾക്ക് വീഡിയോയിൽ ചിക്കനും ബിരിയാണിയും മാത്രമേ നിങ്ങൾ ഇടോളാന്ന് ചോദിക്കും. ചിലർ പറയും, ഓ ഇവര് ഭയങ്കര ഇതാണ്, എന്നും ബിരിയാണി എന്ന് പറയും. ഈ വീഡിയോ എടുക്കുന്നവരിൽ കൂടുതലും ഡിഷുകൾ എത്താൻ പറ്റുന്ന ഡിഷുകളെന്ന് പറയുന്ന ബിരിയാണി ചിക്കനുമാണ്. കാരണം നമ്മുടെ വീട്ടില് ഉള്ള ഐറ്റംസുകളാണ്. എന്ന് വെച്ചാൽ നമ്മൾ 1 കിലോ അരി മേടിച്ചാൽ 500 ഗ്രാം അരി ഒരു ദിവസം എടുക്കും. ആ അരി ഇരിക്കും. പിന്നെ നമ്മുടെ വീട്ടിലെ മിക്ക ആഴ്ചയിലും ബീഫ് മേടിക്കും. എന്ന് വെച്ചാൽ ബീഫ് മേടിക്കും. പിന്നെ ചിക്കൻ അത് മേടിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്കിതിന് ചിലവാകുന്ന അരി മേടിച്ച് 500 ഗ്രാം അരി വെച്ചിരിക്കും. 500 ഗ്രാം അരി എടുത്ത് വെക്കും. നമ്മൾ 1 കിലോ അരി വെക്കുന്നത് എല്ലാവരും കൂടെ ഉണ്ടെങ്കിലേ വെക്കുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് പിന്നെന്താ അരി ഇരിക്കും. അപ്പോൾ ഒരു ഡിഷ് ഉണ്ടാക്കണം. എന്ത് ഡിഷ് ഉണ്ടാക്കും എന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചത് ബീഫ് കുറുമ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ബീഫ് കുറുമയ്ക്ക് പിന്നെ ഉരുളക്കിഴങ്ങ് മേടിക്കണം, പിന്നെ കുറേ സാധനങ്ങൾ മേടിക്കണം. ഇവിടെ പച്ചമുളകും സവോളയും കിടപ്പുണ്ട്. പിന്നെ നമുക്ക് ഇത് ചോറ്, ക്യാരറ്റും ഉണ്ട്. ഇന്നലെ ചേച്ചി പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ക്യാരറ്റ് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാരറ്റ് ഉണ്ട്. പിന്നെ അപ്പോൾ ഇതെല്ലാം കൂടെ ഉണ്ട്. നമുക്ക് ഈ സ്പൈസസും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഇന്നൊരു ബിരിയാണി വയ്ക്കാം. പിന്നെ ചെറിയ തട്ടിക്കൂട്ട് ബിരിയാണി ഞാൻ റെസിപ്പി കൂടെ ചേർത്തിട്ടുണ്ടേ. അപ്പോൾ അതാണിത്. ബീഫ് എടുത്തിട്ട്, കുറച്ച് ബീഫ് എടുത്തിട്ട്, ഇത് കൊഴുപ്പാണോ എന്ന് ചോദിച്ചാൽ ഇതിൽ കൊഴുപ്പിൻ്റെ ഒന്നും ചേർത്തില്ല. ശകല നെയ്യ് മാത്രമാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ വെജിറ്റബിൾസ് ആണ്. പിന്നെ ഇതിൽ വേറെ ഒന്നും എസൻസോ ഒന്നും ചേർത്തിട്ടില്ല. എന്തിനേറെ മസാലകൾ പോലും ചേർത്തിട്ടില്ല. മസാലകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിരിയാണി മസാല, ഗരം മസാല തുടങ്ങി ഒന്നും ചേർത്തിട്ടില്ല. പ്യൂർ ഹെൽത്തി തന്നെയാണ്. പ്യൂർ ഹെൽത്തിയാണ്. പട്ട, ജാബു, ഏലക്ക, കുറച്ച് നെയ്യ് മാത്രം ചേർത്ത് വെജിറ്റബിൾസ് വേവിച്ച് ഉണ്ടാക്കിയ ഒരു ഐറ്റമാണിത്. പിന്നെ റെഡ് മീറ്റ് അങ്ങനെ കഴിക്കരുതെന്ന് പറയുന്നത്, പക്ഷേ ഇതിൽ കൊഴുപ്പൊട്ടും ഇല്ലാതെ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ ചുറ്റുപാത്രം. അപ്പോൾ എല്ലാവരും കയറുക. ഇത് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത്, ഞാൻ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്ന അക്ഷരങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ കൂട്ടക്ഷരങ്ങളായിരുന്നല്ലോ. ഇപ്പോൾ എനിക്ക് എം ഡി വാസുദേവൻ നായർ എന്ന് പറയുമ്പോൾ ഒരു വികാരമാണ്. എന്ന് പറഞ്ഞാൽ ആളിനെയല്ല, വ്യക്തിയെയല്ല, ആ എഴുത്തിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണെന്ന് വെച്ചാൽ എനിക്ക് എന്തോ ജീവനാണ് ആ എഴുത്തിനെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തെന്ന് പറയുമ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയാണ്. മനുഷ്യത്വപരമായി, മാനുഷികപരമായി എഴുതുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ. എൻ്റെ നോട്ടത്തിൽ എനിക്കത് ഭയങ്കര ടച്ച് ചെയ്യുന്ന, സാധാരണ ഒരു ഏച്ചുകെട്ടലും ഇല്ലാത്ത എഴുത്ത്. അത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മനസ്സിലാവും നമുക്ക് അത്. എനിക്ക് പിന്നെ ബാല്യകാല സഖികളാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പിന്നെ വായിച്ച ബുക്കുകൾ എന്ന് പറയുന്നത്. സുരഭിത്വം ഉണ്ടായിരുന്നു, രണ്ടാമൂഴം ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാം ഉണ്ട്. എല്ലാ പുസ്തകങ്ങളും ഒരു ലൈബ്രറി തന്നെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാം നന്ദു മഹാദേവയുടെ ലൈബ്രറിയിലോട്ട് കൊടുത്തതാണ് എല്ലാ ബുക്കുകളും. നമുക്ക് ഇഷ്ടംപോലെ ബുക്കുകളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു. അപ്പോൾ എം ടി വാസുദേവൻ നായരുടെ നിര്യാണം, വിയോഗം ഇന്ന് ഞാൻ വിചാരിക്കുകയാണ്, എനിക്ക് സുഹൃതം എന്ന സിനിമ എനിക്ക് മറക്കാൻ പറ്റില്ല. സുഹൃതം എന്ന സിനിമയിലെ മമ്മൂട്ടി അനുഭവിക്കുന്ന ആ ഒരു എനിക്കത് ഭയങ്കരമായിട്ട് എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചൊരു സിനിമ. എത്ര കണ്ടാലും എനിക്ക് മുഴുക്കാത്തൊരു സിനിമയാണ് പിന്നെ സുഹൃതം. പിന്നെ വടക്കംവീര കഥ, ഒരു കഥയെ മറിച്ചിട്ടിട്ട് ഉണ്ടാക്കിയ ഒരു പിന്നെ വടക്കൻ പാട്ടുകളിലെ ആ ഒരു കഥയെ മറിച്ചിട്ട ഒരു സംഭവമായിരുന്നു ഇത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എനിക്കിങ്ങനെ പറയണം ഒരുപാട് പറയാനുണ്ട്. പക്ഷേ എം ടി വാസുദേവൻ നായരുടെ വിയോഗത്തിൽ ഞാൻ അനുശോചനം രേഖപ്പെടുത്തുന്നു. അതിനോടൊപ്പം കാക്കച്ചിക്ക് എന്താണ് പറയാനുള്ളത് ഞാൻ ചോദിക്കട്ടെ. എം ടി വാസുദേവൻ നായരെ കുറിച്ച് പറയൂ. എം ടി വാസുദേവനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ അതിനെ ഞാൻ ചുരുക്കി കുറച്ച് 2 മിനിറ്റ് കൊണ്ട് ഞാൻ തീർത്ത് പറയാമെന്ന് പറയുന്നത്,
ഞാൻ ഒരു 8ലും 9ലും പഠിക്കുന്ന സമയത്താണ് നമ്മുടെ വീട്ടിൽ വാങ്ങുന്നത് മനോരമ പത്രം, മനോരമയും മംഗളം വാരികകൾ. പക്ഷെ അതിനോടൊപ്പം കലാകൗമുദിയും മാതൃഭൂമിയും ഇത്രയും സംഭവങ്ങൾ വീട്ടിൽ സ്ഥിരമായിട്ട് വാങ്ങുന്നുണ്ട്. അത് ഞാൻ ചെറുതാണ്, എനിക്ക് എം ഡിയെ കുറിച്ച് അന്ന് അറിയില്ല. പക്ഷേ ഞാൻ വായിച്ച് തുടങ്ങിയത് മിഠായി പൊതി, പിന്നെ അതുപോലെ 1-2 ഓർമ്മയില്ല, നമ്മളെ വിക്രമാദിത്യ കഥകൾ, അതുപോലുള്ള സംഭവങ്ങൾ വായിച്ചിട്ടാണ് ഞാൻ സത്യത്തിൽ അക്ഷരം പഠിക്കുന്നത് പോലും അത് വായിച്ചിട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. അക്ഷരം പഠിച്ച സമയം മുതൽ വായിക്കുന്നതാണ് ഈ മിഠായി പൊതിയും വിക്രമാദിത്യ കഥകൾ. അതുപോലെ കുറച്ചുണ്ടാവും, ഞാൻ മറന്നുപോയി. ഓക്കെ, അപ്പോൾ ഈ 8ാം ക്ലാസ്സിൽ 9ലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ എം ഡിയുടെ ഒരു 2-ാം ഊഴം എന്ന കഥ കലാകൗമുദിയിൽ എല്ലാ ആഴ്ചയിലും, കലാകൗമുദി വാരികയിൽ എല്ലാ ആഴ്ചയിലും വരുന്നുണ്ട്. അപ്പം വീട്ടിൽ ഇത് വരുത്തുന്ന എല്ലാ ആഴ്ചയിലും വരുത്തുന്ന ഒരു സംഭവമാണ് കലാകൗമുദി, മാതൃഭൂമി, പിന്നെ മംഗളം, മനോരമ പത്രം, അതല്ല. അപ്പം ഈ കലാകൗമുദിയിൽ വരുന്നത് എൻ്റെ ജ്യേഷ്ഠൻ, എനിക്കെന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ വലിയ ഒരു സംഭവം എം ഡിയെ കുറിച്ച് അറിയില്ല, പിന്നെ ഈ 2-ാം ഊഴത്തിനെ കുറിച്ച് അറിയില്ല. അപ്പോൾ ഈ ജ്യേഷ്ഠൻ എന്ത് ചെയ്യുന്ന അറിയാമോ, ഇതെല്ലാം ഈ കലാകൗമുദിയിൽ വരുന്ന എല്ലാ ആഴ്ചയും വരുന്നതാണ്. കുറച്ചൊരു ഭാഗം ആ പേപ്പർ മാത്രം കീറി ഇങ്ങനെ ഫയൽ ചെയ്ത് വെച്ചിരുന്നു. എന്നിട്ട് ഇത് അവസാനം ആവുന്നപ്പോഴത്തേക്ക് എത്ര ഒരു 6 മാസം കണ്ട ഇത് വന്നിട്ടുണ്ട്, കൊണ്ടുപോയി ഇത് ബൈൻഡ് ചെയ്ത് 2-ാം ഊഴം എന്നും പറഞ്ഞ് ഹെഡിങ് ഒക്കെ എഴുതി വീട്ടിൽ സൂക്ഷിച്ചു വെക്കുന്നു. അതിൻ്റെ തൊട്ടു പുറകെ 2-ാം ഊഴത്തിൻ്റെ പുസ്തകം എം ഡി ഇറക്കുന്നു. അപ്പോൾ ഞാനിത് സ്ഥിരം, ഞാൻ എല്ലാ ആഴ്ചയും വായിക്കും, ജ്യേഷ്ഠനും വായിക്കും, എൻ്റെ സഹോദരങ്ങളും വായിക്കും, എല്ലാവരും വായിക്കും. ഞാനും ഒരു 2-ാം ഊഴക്കാരനാണ് എന്നുള്ളതാണ് എൻ്റെ വേറൊരു പ്രത്യേകത. ചില സമയങ്ങളിൽ ഒരു ഊഴം പോലും ഇല്ലാതിരുന്നു എന്നുള്ളത് പോട്ടെ, 2-ാം ഊഴക്കാരനാണ്. അപ്പോൾ 2-ാം ഊഴം വായിക്കാനൊരു ഇൻട്രസ്റ്റ്. അങ്ങനെ വായിച്ച് പഠിച്ചതാണ് സത്യത്തിൽ എം ഡിയെ. ബാക്കിയുള്ളതൊക്കെ ഞാൻ അതിന് ശേഷമാണ്, അതായത് 4 കെട്ട് പോലുള്ള എല്ലാം വായിക്കുന്നത്. ഈ 2-ാം ഊഴം വായിച്ചതിന് ശേഷമാണ് 4 കെട്ട് പോലുള്ളതൊക്കെ വായിക്കുന്നത്. അപ്പോൾ ഈ പിന്നെ ബൈൻഡ് ചെയ്ത് റെഡിയാക്കി വെച്ച സമയത്ത് തന്നെ എം ഡിയുടെ പുസ്തകം ഇറങ്ങി. ആ സമയത്ത് സത്യത്തിൽ എൻ്റെ ജ്യേഷ്ഠനാണ് ഇതെല്ലാം ചെയ്യുന്നത്. പുള്ളിയുടെ ഒരു ദീർഘവീക്ഷണം തന്നെയാണ്. 2-ാം ഊഴം ഭയങ്കര ഒരു ഫേമസ് സംഭവമാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ആവണം പുള്ളിക്കാരൻ അതങ്ങനെ ചെയ്യുന്നത്. എന്തായാലും നമ്മളൊരു മുതൽക്കൂട്ടായിട്ട് കുറേ നാൾ നമ്മുടെ വീട്ടിൽ തന്നെ ഈ ഒരു, അതായത് കലാകൗമുദിയുടെ പേജുകൾ കീറി ബൈൻഡ് ചെയ്ത് 2-ാം ഊഴത്തിൻ്റെ ഒരു സംഭവം വീട്ടിൽ നിന്ന് കുറേ നാളുണ്ടായിരുന്നു. എന്തായാലും എം ഡിയുടെ വിയോഗം സത്യത്തിൽ നോവ് ഉണർത്തുന്നതാണ്, ശരിക്കും വേദനാജനകം തന്നെയാണ്. ഓക്കെ, നമുക്കൊരു മലയാളത്തിന് ഒരു തീരാനഷ്ടം തന്നെയാണ്. എൻ്റെയും അനുശോചനം അറിയിക്കുന്നു. 91 വയസ്സായിട്ടാണ് എം ഡി പോയത്. പക്ഷേ അദ്ദേഹം എഴുതിയ വാക്കുകളോ അത് എഴുതിയതൊന്നും നമുക്ക് പോകുന്നില്ലല്ലോ. പക്ഷേ എം ഡി എന്ന വ്യക്തി ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോകളൊക്കെ ഇടുന്നത് എം ഡി എന്ന വ്യക്തി ഒരു പെർഫെക്റ്റ് അല്ല, പക്ഷേ എം ഡി എന്ന മനുഷ്യനൊരു പെർഫെക്റ്റ് അല്ല, പക്ഷേ എഴുത്ത് ഭയങ്കര സൂപ്പറാണ്, അങ്ങനെ പറയുന്നവരും ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് മരണം ആരെയും വിശുദ്ധരാക്കുന്നില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ അടുത്തറിയാവുന്ന ആൾക്കാർ വരെ ചിലർ പറയുന്നുണ്ട്, പക്ഷേ മരണം ആരെയും വിശുദ്ധരാക്കുന്നില്ല. പക്ഷേ എം ഡിയെ പോലെ എം ഡി മാത്രമേ ഉള്ളൂ. ഈ മമ്മൂട്ടിയെ പോലെ യേശുദാസിൻ്റെ പാട്ടുകൾ സൂപ്പറാണ് അല്ലേ, അതേപോലെ യേശുദാസിനെ പോലെ വേറൊരാളില്ല. മമ്മൂട്ടിയെ പോലെ മമ്മൂട്ടിയേ ഉള്ളൂ, മോഹൻലാലിനെ പോലെ മോഹൻലാലേ ഉള്ളൂ. എം ഡിയെ പോലെ എം ഡിയും വൈക്കം മുഹമ്മദ് ബഷീറിനെ പോലെ മുഹമ്മദ് ബഷീറേ ഉള്ളൂ. അതുപോലെ മാധവിക്കുട്ടി എഴുതുന്നത് പോലെ അല്ല സുഗതകുമാരി അല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്തമായ ഇതുണ്ട്. അപ്പോൾ സാധാരണക്കാർക്ക്, ഇപ്പോൾ പുസ്തകം വായിക്കാത്ത എൻ്റെ അമ്മ ഉൾപ്പെടെയുള്ള ആൾക്കാർക്കൊന്നും പുസ്തകങ്ങൾ വായിച്ചിട്ടില്ല, എം ഡിയെ കുറിച്ച് അറിയില്ല. പക്ഷേ സുഹൃതം എന്ന സിനിമ, ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമ, നിർമാല്യം എന്ന സിനിമ, ഈ സിനിമകളൊക്കെ ഹൃദയത്തിൽ എടുത്തിട്ടുണ്ടാവും തീർച്ചയായിട്ടും. അത്രയ്ക്കും കാതലുള്ള സിനിമകൾ. ഒരു കഥയെ മറിച്ചിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തി, ഒരു മനുഷ്യൻ. അതിനി എന്തെന്നൊക്കെ പറഞ്ഞാൽ ആ ശ്മശാനത്തിൽ തീ കത്തിയപ്പോൾ നമ്മുടെ നെഞ്ചിലൊരു വേദന വന്നിങ്ങനെ നിറയും. അത് വല്ലാത്തൊരിതാണ്. അപ്പോൾ ഇത് രാവിലെ മുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എം ഡിയെ കുറ്റം പറയുന്നു, എം ഡി അന്ന് അങ്ങനെ ചെയ്തു, എം ഡി അന്ന് ഇങ്ങനെ ചെയ്തു ആയിരിക്കാം. പിന്നെ എം ഡിയുടെ ആദ്യ വിവാഹം വേർപെടുത്തി വേറൊരു വിവാഹം കഴിച്ചു, അങ്ങനെയൊക്കെ വാർത്തകൾ ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഞാൻ എം ഡി എന്ന വ്യക്തിയെ അല്ല സ്നേഹിച്ചത് ഇനിയും സ്നേഹിക്കുന്നത് എം ഡിയുടെ എഴുത്തുകളെയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ആകർഷിക്കപ്പെട്ട എഴുത്തുകൾ കേട്ടോ. അപ്പം എം ഡിയുടെ നിര്യാണത്തിൽ നമ്മൾ അനുശോചനം അറിയിക്കുന്നു. നമ്മുടെ ചെറിയ വീഡിയോയാണ്. അപ്പോൾ ചോറ്റുപാത്രത്തെക്കുറിച്ചും കൂടെ കുറച്ച് പറഞ്ഞു, ഇതെങ്ങനെയുണ്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം. അല്ല, എം ഡിയുടെ കുറിച്ച് പറയുമ്പോഴേ
എംഡിയുടെ വ്യക്തിത്വം ഓക്കെ, പക്ഷേ MD നമ്മളെ ഭീമനെ കണ്ടിട്ടാണ് രണ്ടാമൂഴം വയ്ക്കുന്നത് കേട്ടോ. അതൊരു അസാധ്യ കഴിവ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, അതൊരു വേറൊരു തലത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ കഴിവ് തന്നെയാണ്, വല്ലാത്ത കഴിവ് തന്നെയാണ്. അത് നമ്മൾ പറയാതിരുന്നുകൂടാ. ഓക്കെ, അത് നമുക്ക് ഓക്കെ. നമ്മളെ ഇന്നത്തെ ചോറ്റുപാത്രം നമ്മുടെ റൈസും ബീഫിന്റെ ഒരു സ്പെഷ്യൽ ഐറ്റം സംഭവം കഴിച്ചു നോക്കട്ടെ. ഭയങ്കര ടേസ്റ്റൊന്നും പറയാൻ പറ്റില്ല. എസറില്ല, മസാലയില്ല, ഒന്നുമില്ല. ഒരു സാധാരണ റൈസ് വെച്ച് റെസിപ്പി കൂടെ ചേർക്കുന്നുണ്ട്. സംഭവം സൂപ്പറാണ് കേട്ടോ, അടിപൊളിയാണ്. കണ്ട ബിരിയാണി തോന്നും, അല്ലെങ്കിൽ മന്തിയും തോന്നും അല്ലേ? പക്ഷേ ഓയിലോ അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല, ഹെൽത്തിയാണ്, സംഭവം സൂപ്പറാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ ദിവസം ഈ റെസിപ്പി നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു, MD നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. എല്ലാവരും കമൻറ്റുകൾ ചെയ്യണം, ഷെയർ ചെയ്യണം. നല്ല ദിവസമായിരിക്കട്ടെ. ടാറ്റാ. അപ്പം നമുക്ക് ഒരു ഇൻസ്റ്റൻറ്റ് ബിരിയാണി കഴിക്കാം. നമുക്ക് കുറച്ച് മാത്രം നെയ്യ് ഒഴിക്കാം കേട്ടോ. നെയ്യൊക്കെ കുറച്ചേ ഉള്ളേ. ഇതൊരു പാവപ്പെട്ടവൻ്റെ ബിരിയാണി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക എല്ലാം ഇടാം. ഇതെല്ലാം നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണും. നൈമിത്രയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ തട്ടാൻ പോകുന്നത് സവാള, പച്ചമുളക്, ക്യാരറ്റ്, ഇഞ്ചി, വെളുത്തുള്ളി. 50 രൂപയുടെ പച്ചക്കറിയിലുണ്ടായിരുന്ന ക്യാരറ്റും ഒക്കെയാണ്. പിന്നെ സവാള, 1 കിലോ സവാള വാങ്ങിയാൽ നമുക്ക് കുറേ ദിവസം എടുക്കാം. അങ്ങനെയൊക്കെ ഉള്ളതാണ്. ഞാൻ ഈ പറയാൻ കാരണം സാധാരണക്കാർക്ക് പറ്റുമോ, ഇതൊക്കെ ഭയങ്കര ഇതല്ലേ, അങ്ങനെ കാണിക്കുന്ന വീഡിയോകളൊക്കെ കണ്ടിട്ടില്ലേ? അത് വേണം, ഇത് വേണം, മറ്റേ വേണം, മറിച്ച്. നമുക്കൊരു വീഡിയോയ്ക്ക് വേണ്ടി ഇന്ന് എന്ത് വീഡിയോ ഇടുമെന്ന് വിചാരിച്ചപ്പം ഇന്ന് ബീഫ് ഇടിയിറച്ചി വയ്ക്കുന്ന ദിവസമാണ്. അപ്പോൾ നമ്മൾ അതിന് ഇച്ചിരി ബീഫ് എടുത്തിട്ട് വീട്ടിൽ 1 കിലോ അരി മേടിച്ച് 500 അരിയേ എടുക്കുള്ളൂ. 500 അരി മാറ്റി വെച്ചിരിക്കും, കാരണം അത്രേ വേണ്ടു. അപ്പോൾ ആ അരി ഇവിടെ ഇരിക്കുന്നു. അങ്ങനെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. നമുക്ക് ഈ ബീഫിന് എടുക്കുകയല്ല, നമുക്ക് ഈ പച്ചക്കറിക്ക് വേണ്ടി മാത്രമുള്ള നമ്മൾ ഉപ്പാണ് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മാത്രം മല്ലിപ്പൊടി, അത്ര ഇട്ട് കൊടുക്കുകയാണ്. മൂത്തേന്നുമില്ല, ഒന്ന് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 500 ഗ്രാം ബീഫ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. 500 ഗ്രാം അരിയാണ്, 500 ഗ്രാം ബീഫാണ് തോന്നുന്നത്. കുറച്ച് വലുതായിട്ട് മുറിച്ചതാണ്. എന്നിട്ട് നമ്മളിത് അടച്ച് വയ്ക്കും. ഇതിന് വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല. നമ്മൾ അടച്ച് വെച്ച് ഇതിനെ ഒരു 4-5 വിസിൽ കേൾപ്പിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിക്കണമെന്ന് പറഞ്ഞ് വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് അടച്ച് വെച്ച് കൊടുക്കാം ഒരു 4-5 വിസിൽ. അപ്പോഴത്തേക്കും ഇതൊന്ന് വേവും. കുറച്ച് വലിയ കുക്കർ തന്നെ എടുക്കണം കേട്ടോ, അന്നേരം അരിക്ക് നല്ല. അപ്പം നമുക്ക് ഒരു ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ട് ഒരു കുഞ്ഞു സവാളയും ഇച്ചിരി കറുത്ത മുന്തിരി ഇവിടെ ഇരിപ്പുണ്ട്, അതുകൂടെ നമുക്ക് വരട്ടിയെടുക്കാം. ആദ്യം സവാള ഇട്ടോ, കുഞ്ഞു സവാളയാണ് ഇടുന്നത്. ഇച്ചിരി അപ്പോൾ അതൊരു 4-5 വിസിൽ കേട്ടപ്പോഴത്തേക്കും നമ്മൾ അരി കുതിർത്ത് വെച്ചിരുന്ന അരിയാണ് ഇട്ട് കൊടുക്കുന്നത്. 500 ഗ്രാം അരിയാണ്. വെള്ളമുണ്ട്. ഇനി നമ്മൾ 2 ഗ്ലാസ് വെള്ളം കൂടെ, 1.5 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ്, നമുക്ക് ബീഫിന് വേണ്ട ഉപ്പ് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പ്, കുറച്ച് മാത്രം ഉപ്പ്, പിന്നെ തക്കാളി ഒക്കെ കേട്ടോ. തക്കാളി, മല്ലിയില, വേപ്പില. ഇനി നമ്മളിതിനെ അടച്ച് വെച്ച് 2 വിസിലും കൂടെ കേൾപ്പിക്കും. ഇപ്പോൾ 2 വിസിൽ കേൾപ്പിച്ച് കഴിഞ്ഞിട്ട് തുറന്നപ്പോൾ സെറ്റായി. അപ്പോഴത്തേക്ക് നമ്മുടെ സവാളയും കത്ത മുന്തിരിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി നമ്മളത് ഒരു പാത്രത്തിലേക്ക് ഇട്ടു. ഇതിന് നമ്മൾ ഗരം മസാല, ബിരിയാണി മസാല ഒന്നും ചേർത്തിട്ടില്ല, ഒരു എസൻസും ചേർത്തിട്ടില്ല. ഇതൊരു നാച്ചുറൽ ബിരിയാണിയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ബിരിയാണി.